ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ കളക്ടറെ പോലെ ഒരാള് വെടിയേറ്റ് വീണ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള മാർഗമേ നോക്കൂ. യാതൊരു കാരണവശാലും ചെയ്തവരാരാണെന്ന് അവര് നോക്കില്ല. പ്രത്യേകിച്ച് ഇതേപോലൊരു സ്ഥലത്ത്. അതില് കൈവയ്ക്കുമ്പോ സൂക്ഷിക്കണം, അയാൾ എന്തും ചെയ്യും. അതുകൊണ്ടാണോ റസാക്കിനെ പോലൊരു ഉദ്യോഗസ്ഥന് ഈ അനീതി കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? എന്റെ തലയ്ക്ക് മുകളിലെ നക്ഷത്രങ്ങളെല്ലാം ചേർന്ന് എന്നെ ഭിത്തിയിൽ വാരി ഒട്ടിക്കില്ലെന്ന് മാഡത്തിന് ഉറപ്പ് തരാൻ കഴിഞ്ഞ ഈ റസാക്ക് ഇറങ്ങും. എന്റെ കൈകളെ പിടിച്ചു കെട്ടാൻ ആളില്ലെങ്കിൽ പഴയ സമരാവേശം ഇപ്പോഴും പോവാത്ത ഒരു അച്ഛന്റെ മകന് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റിയേക്കും. എന്നാ അധികം താമസിക്കാതെ അതിനുള്ളൊരു അവസരം തരാം. കാക്കിക്കുള്ളിൽ കിടന്ന് പഴയ സമരാവേശങ്ങൾ വീർപ്പ് മുട്ടണ്ട. മുന്നിൽ നിന്ന് വഴി കാണിക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്ത് തല പോകുന്ന കേസാണെങ്കിലും ഞാൻ റെഡി. ഇനിയിപ്പോ മാഡത്തിന്റെ മൂന്നാം മൂട് സന്ദർശനത്തിന് പോലീസിന്റെ സഹായം വേണമെങ്കിൽ അതിനും തയ്യാറാണ്. മാഡം പറഞ്ഞാൽ മതി. ഇത് ജസ്റ്റ് ഫോർ ആൻ എൻക്വയറി. കാര്യങ്ങൾ തിരക്കാ തിരിച്ചു പോരാ. മറ്റ് നടപടികളുമായിട്ട് പോകുമ്പോ ഞാൻ അറിയിക്കാം. മഹേന്ദ്രനല്ലേ ആള്, ഫൗള് കളിക്കാതിരിക്കില്ല. മാഡം, എങ്കിലും 2 പോലീസുകാരിരുന്നോട്ടെ. പരുത്തിക്കുന്നിൽ വെച്ച് സംഭവിച്ച പോലൊരു അറ്റാക്ക് നമുക്ക് ഒരുപക്ഷെ ഇവിടെയും പ്രതീക്ഷിക്കാം. ഇത് മഹേന്ദ്രന്റെ കണ്ണായ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനീ പറയുന്നത്. മാഡം ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള വിവരം ഇതിനോടകം തന്നെ അറിയിക്കേണ്ടവരെയൊക്കെ ഇവിടെ ഉള്ളവരെ അറിയിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടിയാ ഞാൻ എന്തെങ്കിലും ആവശ്യമെന്ന് വിളിക്കാം. അനുഭവിക്കാനുള്ളത് എവിടെയാണെങ്കിലും അനുഭവിച്ചല്ലേ ഒക്കൂ. വരാനുള്ളതാണോ അത് വന്നിരിക്കും. അങ്ങനെ അവിടെ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ വരട്ടെ. അത് നേരിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഡ്രസ്സൊക്കെ പൊയ്ക്കോ. ഓക്കെ മാഡം. കാണുന്നില്ലല്ലോ കുട്ടി. നിന്ന് പിടയ്ക്കാതെ, അവരിപ്പോ എത്തും. ആ ദേ മച്ചമ്പി എത്തി. പറഞ്ഞ ലോഡൊക്കെ പോയില്ലേ? ആ പോയി. കരിക്ക് കിട്ടുമോ? എടുക്കാം. അതെ, വേറെന്തെങ്കിലും കിട്ടുമോ നോക്ക്. നല്ല തണുപ്പ് വേണം. എങ്ങനെയാണ് സാറേ അപ്പൊ കാര്യങ്ങള്? കളക്ടർ വന്ന് നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം ദാ ഇവിടെയായിരിക്കും. കളക്ടറെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ഏതാണ്ട് അവിടുന്ന് ഇവിടം വരെ എത്തുമ്പോഴേക്കും കളക്ടറെ നമ്മുടെ ഗൺ പോയിന്റിന് മുന്നിൽ നിങ്ങൾ എത്തിച്ചിരിക്കണം. ആ ഗണ്ണാരാണോ സെറ്റ് ചെയ്യുന്നത് അവരുടെ മിടുക്ക് പോലിരിക്കും. കളക്ടറുമായി ഞാൻ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമ്പോഴായിരിക്കണം നീ പണി തീർക്കേണ്ടത്. അത് ഞാൻ സെറ്റ് ചെയ്തോളാം. വെടിയേറ്റാ കൂടുള്ളവരങ്ങ് പതറിപ്പോവും. പോണം, അതാണ് അതിന്റെ രീതി. പിന്നെ കാട്ടിക്കൂട്ടുന്ന വെപ്രാളത്തി കളക്ടറെ രക്ഷിക്കാനായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. ഈ സമയം മെയിൻ ഗേറ്റില് നമ്മുടെ ഏതെങ്കിലും ലോഡ് വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ട് വീഴ്ന്നു പോയാ കളക്ടറേയും കൊണ്ടുള്ള വാഹനം പുറത്തേക്ക് പോവാതെ അകത്ത് തന്നെ ബ്ലോക്കായി പോണം. സോ കളക്ടർ നമ്മുടെ മുന്നിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കും. നമ്മുടെ പ്ലാനിങ്ങിനെക്കാട്ടി പ്രധാനം ടൈമിങ്ങിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നടന്ന ഈ ചുറ്റുവട്ടത്ത് കിടന്ന് കളക്ടർ മരണപ്പെടും. നമ്മുടെ കൺമുന്നിൽ കിടന്ന് കളക്ടറുടെ കൂടെ പോലീസ് ഉണ്ടാവില്ലേ? ആരുണ്ടായാലും
ഈ ക്വാറിയുടെ ഏതു ഭാഗത്തു നിന്നാണ് വെടിവെച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം കാര്യങ്ങൾ നീങ്ങേണ്ടത്. ഇനി പോലീസിന് സംശയമുണ്ടായി നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരാൻ സാധ്യത വരികയാണെങ്കിൽ അവിടെ പാറ പൊട്ടിക്കലിന്റെ ഭാഗമായിട്ട് 2 സ്ഫോടനങ്ങൾ ഉണ്ടായിക്കോട്ടെ. പിന്നെ ആ ഭാഗത്തേക്ക് പോലീസല്ല ആര് വരാനും ഒന്നും മടിക്കും. പിന്നെ കളക്ടറെ പോലെ ഒരാള് വെടിയേറ്റ് വീണ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള മാർഗമേ നോക്കൂ. യാതൊരു കാരണവശാലും ചെയ്തവരാരാണെന്ന് അവര് നോക്കില്ല. പ്രത്യേകിച്ച് ഇതേപോലൊരു സ്ഥലത്ത് ഈ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നീങ്ങിയ കളക്ടറെ ഈസി ആയിട്ട് നമുക്ക് പരലോകത്തേക്ക് എത്തിക്കാം. ഇത് വെറും പ്ലാൻ അല്ല, മാസ്റ്റർ ബ്രില്യന്റ് പ്ലാൻ എന്നേന് പറയാം. ശത്രു എത്ര പ്രബലനായാലും അയാളെ മാത്രമായിട്ട് നിരീക്ഷിച്ച അയാളെ ജയിച്ചു കയറാൻ പറ്റുന്ന ഒരേ ഒരു വീക്ക് പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ വീക്ക് പോയിന്റിൽ നമ്മൾ കൃത്യമായിട്ട് അടിച്ച അയാൾ അങ്ങ് വീഴും. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മുടെ പ്ലാൻ പോകുന്നത്. പിന്നെ ലാസറേ, ബാക്കിയൊക്കെ നിന്റെ കയ്യില. കാലഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പണി അങ്ങ് ആരംഭിക്കുക. വിജയം ഉറപ്പായിരിക്കും. കൂടെയുള്ളത് ശിവൻ സാറല്ലേ, പിന്നെ ഞാനെന്തിനു ഭയക്കണം? സാക്ഷാൽ കാലഭൈരവൻ കൂടെയുള്ളപ്പോ ആയുസ് എടുക്കാനാണ് പഞ്ഞം. ഇത് ശിവോഹം, മച്ചമ്പിക്ക് ഇത് നിയോഗം. കളക്ടർക്ക് ഇത് വിയോഗവും. രാഘവൻ സാറേ, രാഘവൻ സാറേ, രാഘവൻ സാറേ, ശ്ശോ. ശാരദാമ്മയുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാം. ഇന്നാൾ ഇതുപോലെ പോയപ്പോ അവിടേക്കാ പോയത്. ഇത് ശാരദാമ്മയല്ലേ? ആ, പൊന്നിയല്ലേ? ആ അതെ ശാരദാമ്മേ. ഒരു കാര്യം അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. ആ, എന്താ പൊന്നി? രാഘവൻ സാർ അങ്ങോട്ടെങ്ങനെ വന്നായിരുന്നോ? ഇല്ല. എന്താ അവിടെ ഇല്ലേ? ഇല്ലെന്നേ. വിഷ്ണുകുഞ്ഞിനെ കാണണോന്നും പറഞ്ഞ് വാതൊക്കെ നിൽക്കുന്ന ഞാൻ കണ്ടതാ. ഇപ്പൊ നോക്കുമ്പോ നിന്ന സ്ഥലത്ത് ആളില്ല. അയ്യോ, നിന്ന സ്ഥലത്തൊന്നല്ല, ഈ പ്രദേശത്തേ ഇല്ല. ഇവിടെ മുഴുവനും നോക്കിയിട്ട് നിൽക്കുവാ ഞാൻ. അതിന് ഇങ്ങോട്ടൊന്നും രാഘവേട്ടൻ വരില്ല. പൊന്നി നോക്ക്, അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അല്ല, പിള്ളച്ചേട്ടൻ എവിടെ? മാർക്കറ്റിൽ പോയതാ. പിള്ളച്ചേട്ടൻ വരുമ്പോ അവിടെ മൊത്തം ഒന്നും തിരക്കാൻ പറ. കണ്ടില്ലെങ്കിൽ വിളിക്ക്, ഞാൻ അങ്ങോട്ട് വരാം.